ഇത് ഷൈൻ രാജ്, തിരുവനന്തപുരം ബാലരാമപുരം സ്വദേശി. ഭാര്യയും 4 വയസ്സുള്ള മകളും അമ്മയും അമ്മുമ്മയും അടങ്ങുന്ന കുടുംബത്തിന്റെ ഏക അത്താണി. 2021 ഏപ്രിൽ മാസം മുതൽ ബ്ലഡ് ക്യാൻസർ രോഗം ബാധിച്ച് തിരുവനന്തപുരം RCCയിലും വെല്ലൂർ മെഡിക്കൽ കോളേജിലുമായി ചികിത്സയിലാണ്. എൻ്റെ പേര് ദീപ എന്നാണ്. ഇതെൻ്റെ ഹസ്ബൻഡ് ഷൈൻ രാജാണ്. 2.5 വർഷമായി എൻ്റെ ഹസ്ബൻഡിന് ബ്ലഡ് ക്യാൻസർ എന്ന രോഗത്താൽ RCCയിലും ഇപ്പോൾ വെല്ലൂർ മെഡിക്കൽ കോളേജിലും ചികിത്സ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇത്രയും നാളായി 60 ലക്ഷത്തിലോളം രൂപ ചെലവായി. ഇപ്പോൾ ഡോക്ടേഴ്സ് അദ്ദേഹത്തിൻ്റെ ജീവൻ നിലനിർത്താൻ മജ്ജ മാറ്റിവെക്കണമെന്ന് നിർദ്ദേശിച്ചിരിക്കുകയാണ്. ഞങ്ങൾക്ക് മറ്റു മാർഗങ്ങളൊന്നും തന്നെയില്ല. അതിലേക്ക് 50 ലക്ഷം രൂപ ചിലവുണ്ട്. എൻ്റെ ഹസ്ബൻഡിനെ ആശ്രയിച്ചാണ് ഞാനും എൻ്റെ കുഞ്ഞും ജീവിക്കുന്നത്. ഞങ്ങൾക്ക് മറ്റു മാർഗങ്ങളൊന്നും തന്നെയില്ല. എല്ലാവരും കഴിയുന്നത് പോലെ ഞങ്ങളെ സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഷൈൻ രാജിന്റെ ജീവൻ നിലനിർത്തേണ്ടത് കരുണ പറ്റാത്ത നമ്മുടെ കടമയാണ്. ആയതിനാൽ ഈ തുക സ്വരൂപിക്കുന്നതിനായി കോവളം MLA അഡ്വക്കേറ്റ് വിൻസൻ അവറുകളുടെ നേതൃത്വത്തിൽ സൗഹൃദവേദി കലാസാംസ്കാരിക വേദി പ്രദേശത്തെ പ്രമുഖരെ ഉൾപ്പെടുത്തി ഒരു ജനകീയ കൂട്ടായ്മ രൂപീകരിച്ച് മുന്നേറുകയാണ്. നമസ്കാരം, ഞാൻ വിൻസെൻ്റ് MLA ആണ്. കഴിഞ്ഞ 2.5 വർഷക്കാലമായി ബ്ലഡ് ക്യാൻസറിന് ചികിത്സ തേടുന്ന മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവായ ചെറുപ്പക്കാരൻ ശ്രീ ഷൈൻ രാജിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിൽ എത്തുന്നത്. 5 വർഷം മുമ്പ് വിവാഹിതനായിട്ടുള്ള ഷൈൻ രാജ് കഴിഞ്ഞ 2.5 വർഷക്കാലമായി ക്യാൻസറിന് ചികിത്സ നേടുന്നു. വലിയ ഭീമമായ തുക തന്നെ ഇതിനോടകം അവർക്ക് ചിലവാക്കി കഴിഞ്ഞിരിക്കുന്നു. വലിയ കടക്കണിയിലുമായിരിക്കുകയാണ്. ഇനി ഈ ചികിത്സയ്ക്കിലൂടെ അദ്ദേഹത്തിൻ്റെ ജീവൻ നിലനിർത്തണമെങ്കിൽ മജ്ജ മാറ്റിവെക്കണം. വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിലാണ് അതിൻ്റെ ചികിത്സ നിശ്ചയിച്ചിരിക്കുന്നത്. 50 ലക്ഷം രൂപയാണ് ആ ചികിത്സയ്ക്ക് വേണ്ടി വരുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രദേശത്ത് തന്നെയുള്ള സൗഹൃദവേദി ലൈബ്രറി ഞങ്ങൾ എല്ലാവരെയും ഷൈൻ രാജിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് സമീപിക്കുകയും ഞങ്ങൾ പഞ്ചായത്ത് പ്രസിഡൻറ്റും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻറ്റും ജില്ലാ പഞ്ചായത്ത് അംഗവും പഞ്ചായത്ത് അംഗങ്ങൾ ഉൾപ്പെടെ എല്ലാവരും ചേർന്ന് ഞങ്ങളൊരു കൂട്ടായ്മ രൂപീകരിച്ച് ഇതിൻ്റെ പ്രവർത്തനവുമായി മുന്നോട്ട് പോവുകയാണ്. ഷൈൻ രാജിനെ മാത്രം ആശ്രയിച്ച് കഴിയുന്ന ഭാര്യയും കുഞ്ഞും അമ്മയും അമ്മുമ്മയും അടങ്ങുന്ന കുടുംബത്തിൻ്റെ ഏക ആശ്രയം ഷൈൻ രാജാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവൻ നിലനിർത്താൻ നിങ്ങളാൽ കഴിയുന്ന തുക അത് ഇതിന് ശേഷം കാണിക്കുന്ന അക്കൗണ്ടിലൂടെ നിക്ഷേപിച്ച് അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ സഹായിക്കണമെന്ന് ഒരിക്കൽ കൂടി എല്ലാവർക്കും വേണ്ടി ഒരു അപേക്ഷയായി ഞാൻ നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കുകയാണ്. ദയവായി ആ ചെറുപ്പക്കാരൻ്റെ ജീവൻ നിലനിർത്താനുള്ള ഉദ്യമത്തിൽ നിങ്ങളെല്ലാവരും കൈകോർക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. ഈ കുഞ്ഞു പാറുവിൻ്റെ ചിരി നിലയ്ക്കാൻ പാടില്ല. അവൾക്ക് അവളുടെ അച്ഛനെ നഷ്ടപ്പെടാൻ പാടില്ല. ബാലരാമപുരം ബാങ്ക് ഓഫ് ബറോഡയിൽ തുടങ്ങിയിരിക്കുന്ന ബാങ്ക് അക്കൗണ്ടിലൂടെ സഹായമെത്തിച്ച് ഷൈൻ രാജിന്റെ ജീവൻ നിലനിർത്താം.